നമസ്കാരം, ഗുഡ് ഈവനിംഗ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ ഇന്ത്യക്കാരെ നാടുകടത്തിയ സംഭവത്തിൽ അമേരിക്കയെ ന്യായീകരിച്ച് കേന്ദ്ര സർക്കാർ നാടുകടത്തുമ്പോൾ വിലങ്ങണിയിക്കുന്നത് അമേരിക്കൻ നയമാണെന്നും ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ഇതാദ്യമായല്ലെന്നും പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കി. കൈവിലങ്ങുകളല്ല, ഇന്ത്യക്കാർ അന്തസ്സും മനുഷ്യത്വവും അർഹിക്കുന്നവരാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ 104 ഇന്ത്യക്കാരെയാണ് ഇന്നലെ അമേരിക്കൻ സൈനിക വിമാനത്തിൽ അമൃത്സറിലെത്തിച്ചത്. കൈവിലങ്ങും കാലിൽ ചങ്ങലയുമായി 40 മണിക്കൂറോളം വിമാനത്തിൽ കഴിയേണ്ടി വന്നെന്ന് മടങ്ങിയെത്തിയവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസ്താവന നടത്തിയത്. നാടുകടത്തുമ്പോൾ വിലങ്ങണിയിക്കുന്നത് അമേരിക്കൻ നയം. 2009 മുതൽ ഇന്ത്യക്കാരെ മടക്കി അയക്കാറുണ്ടെന്നും വിശദീകരണം. So the process of deportation is not a new one. The standard operating procedure for deportation by aircraft used by ICE, that is effective from 2012, provides for the use of restraints. However, we have been informed by ICE that women and children are not restrained. വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയും പ്രതിപക്ഷ പ്രതിഷേധം. ചോദ്യങ്ങളുമായി നേതാക്കൾ. Is it a fact that it emphasizes humane treatment in deportation cases? Illegal agents. Will the government do something to ensure that illegal agencies are busted? ലോക്സഭയിലെ വിദേശകാര്യമന്ത്രിയുടെ വിശദീകരണത്തിനിടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. There have been even fatalities in the course of such illegal migration. വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ഈ മനുഷ്യന്റെ വേദന കാണൂ എന്നായിരുന്നു മടങ്ങിയെത്തിയ ഹർവീന്ദർ സിംഗിന്റെ വീഡിയോ പങ്കുവച്ച രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത് അനുവദിച്ചതെന്ന് പ്രിയങ്ക ഗാന്ധിയും കുറ്റപ്പെടുത്തി. 24 ഡൽഹി. അതേസമയം കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി രംഗത്തെത്തി. കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ മാതൃക നുണയും അഴിമതിയും കുടുംബവാഴ്ചയും പ്രീണനവും ചേർന്നതാണെന്ന് മോദി വിമർശിച്ചു. എല്ലാ വിഷയങ്ങളിലും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് കോൺഗ്രസ്. സബ്കാ സാഥ് സബ്കാ വികാസ് എന്ന ആശയമാണ് BJPയുടേതെന്നും രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസ് राजनीति का एक ऐसा मॉडल तैयार किया था जिसमें झूठ, फरेब, भ्रष्टाचार, परिवारवाद, तुष्टीकरण सबका गालमेल था. कांग्रेस के मॉडल में सर्वोपरि है फैमिली फर्स्ट. 2014 के बाद देश ने हमें सेवा करने का अवसर दिया. दूसरी बार तीसरी बार हमें सेवा करने का मॉडल बनाती है. इसका कारण देश की जनता ने हमारे विकास के मॉडल को परखा है, समझा है और समर्थन दिया है. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. അനന്തു കൃഷ്ണന്റെ 1000 കോടിയുടെ പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് പരാതി പ്രളയം. 100 കണക്കിന് ആളുകൾ പരാതിയുമായി ഇന്നും രംഗത്തെത്തി. തട്ടിപ്പിൽ ഉന്നത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളാണ് അനന്തുകൃഷ്ണന്റെ കൂട്ടുപ്രതികളെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കി. അനന്തുകൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊടുത്തേക്കണതിൽ 1000 ചില്ലാനം വനിതകളുണ്ട്, ഈ പറവൂർ മാത്രം. അപ്പം ഞങ്ങൾ ഇതിനകത്ത് വിശ്വസിച്ച് ഫണ്ട് അടിച്ചത് ഇതിൽ പ്രമുഖരായ വ്യക്തികൾ വന്നിട്ടാണ് ഇതിന് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ 3 മിഷൻ്റെ പൈസ ഞങ്ങൾ പഞ്ചായത്ത് ചെയർപേഴ്സൻ്റെ കയ്യിലാണ് കൊടുത്തിട്ട് 3 മാസമാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം 3 മാസമായിട്ടും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ചെന്ന് ചോദിച്ചപ്പം കുറച്ചുകൂടെ താമസിക്കുമെന്നിങ്ങനെ പറഞ്ഞു. പരാതികൾക്ക് അവസാനമില്ല. തട്ടിപ്പ് ശൃംഖല എത്താത്ത ജില്ലകളുമില്ല. അറസ്റ്റിന് തൊട്ടുമുമ്പും അനന്തുകൃഷ്ണൻ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന വാഗ്ദാനവുമായാണ് വീഡിയോ ചിത്രീകരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത്. ഞാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക സമാഹരണം നടത്തി കാര്യങ്ങൾ നീക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് നിങ്ങൾ പകുതി തുക അടച്ച സാധനത്തിന് അതേ പകുതി മൂല്യം കൂടി ചേർത്തുകൊണ്ടുള്ളൊരു സേവനം അല്ലെങ്കിൽ ഒരു വസ്തുവാണ് വരാൻ പോകുന്നത്.
തൃശൂർ വടക്കാഞ്ചേരിയിൽ നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദ് ഉൾപ്പെടെ തട്ടിപ്പിനിരയായി. വയനാട്ടിൽ അക്ഷയ സെന്റർ വഴിയും തട്ടിപ്പ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ഇടുക്കിയിൽ തട്ടിപ്പിനിരയായവരുടെ തീരുമാനം. അനന്തുകൃഷ്ണന്റെ കൂട്ടുപ്രതികൾ ഉന്നത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കി. അനന്തുകൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ കോടതിയുടേതാണ് നടപടി. കേസുമായി ബന്ധപ്പെട്ട് അനന്തുകൃഷ്ണന്റെ മൊബൈൽ ഫോണുകളും ഐപാഡും പെൻഡ്രൈവുകളും പിടിച്ചെടുത്തു. അനന്തുകൃഷ്ണന്റെ പേരിലുള്ള 19 അക്കൗണ്ടുകളും പോലീസ് മരവിപ്പിച്ചു. ഇയാളുടെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതിനിടെ നാഷണൽ NGO കോൺഫെഡറേഷന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. പാതിവില തട്ടിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതോടെ പ്രതി അനന്തുകൃഷ്ണനുമായുള്ള ബന്ധം തള്ളി രാഷ്ട്രീയ നേതാക്കൾ. അനന്തുകൃഷ്ണന്റെ തട്ടിപ്പിൽ താൻ നേതൃത്വം നൽകുന്ന സൈൻ സംഘടനയ്ക്ക് പങ്കില്ലെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പോലീസ് കേസെടുത്തതിന് പിന്നാലെ പരസ്പരം ആരോപണവുമായി സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും രംഗത്ത് വന്നു. ആരോപണം ശക്തമാകുന്നതിനിടെ പാതിവില തട്ടിപ്പ് പ്രതി അനന്തുകൃഷ്ണനുമായുള്ള ബന്ധം തള്ളുകയാണ് നേതാക്കൾ. തട്ടിപ്പ് മനസ്സിലായതോടെ സൈൻ സംഘടനയുടെ തന്നെ പണം ഉപയോഗിച്ചാണ് സ്കൂട്ടറുകൾ നൽകുന്നതെന്ന് BJP നേതാവ് AN രാധാകൃഷ്ണൻ. ഞങ്ങൾ ഈ കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫെഡറേഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഏജൻസികളുമായോ 1 രൂപ പോലും ഞങ്ങൾ ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. തന്നെ അനന്തുകൃഷ്ണനുമായി പരിചയപ്പെടുത്തിയത് സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറെന്നും AN രാധാകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ 6-7 വർഷം മുൻപ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റാണ് തന്നെ പരിചയപ്പെടുത്തിയതെന്ന് സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ. 6-7 വർഷത്തിന് മുമ്പ് ലാലി വിൻസെന്റാണ് ഒരു ഫണ്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇയാളെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. ആനന്ദകുമാറും അനന്തുകൃഷ്ണനും വർഷങ്ങളായി ബന്ധമുണ്ടെന്ന ലാലി വിൻസെന്റിന്റെ പ്രതികരണം. ആനന്ദകുമാർ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ വക്കീലിനെ കണ്ട് നിയമ നടപടികൾ ആരംഭിക്കും. ആനന്ദകുമാറും ഞാനും പോലീസിന്റെ മുമ്പിൽ ഇരിക്കുമല്ലോ, സത്യം പുറത്തു വരും. തട്ടിപ്പിൽ കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ലാലി വിൻസെന്റിനെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരുടെ ലീഗൽ അഡ്വൈസറായിരുന്നു. ലീഗൽ അഡ്വൈസർക്കെതിരെ എങ്ങനെ കേസെടുക്കണം എനിക്ക് മനസ്സിലായില്ല. അത് കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇതിനിടെ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിനെതിരെ CPIM-ഉം ഡോക്ടർ P. സരിനും ആരോപണവുമായെത്തി. പാതിവില തട്ടിപ്പിൽ DGP-ക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പിന്നാലെ നജീബ് കാന്തപുരത്തിന്റെ വിശദീകരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാന ബജറ്റ് നാളെ. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് പരിഹാരമായി ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റിൽ എന്ത് കരുതിവെക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം, വിഴിഞ്ഞം തുറമുഖ പദ്ധതി, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കൽ തുടങ്ങി പ്രതീക്ഷകൾ നിരവധിയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ സർക്കാർ അവസാന സമ്പൂർണ്ണ ബജറ്റിലെങ്കിലും വാക്ക് പാലിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 100 രൂപ മുതൽ 200 രൂപ വരെ ക്ഷേമ പെൻഷൻ ഉയർത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന സർക്കാരിന് പൂർത്തിയാക്കാൻ നിരവധി ഉത്തരവാദിത്തങ്ങളുമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് പ്രഥമ പരിഗണന നൽകുമോ, അതോ വിഴിഞ്ഞം അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാകുമോ പ്രാധാന്യം? കേന്ദ്ര ബജറ്റിലെ അവഗണന മറികടക്കാനും ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണം നൽകാനും എന്തു ചെയ്യുമെന്ന ചോദ്യവും പ്രധാനമാണ്. കിഫ്ബി റോഡുകളിലെ യൂസർ ഫീയിൽ മന്ത്രിസഭ തീരുമാനമെടുത്തില്ല. ബജറ്റിൽ ഇതിൽ പ്രഖ്യാപനമുണ്ടാകുമോ എന്നതും അറിയേണ്ടതുണ്ട്. ബജറ്റിന് മുന്നോടിയായി മദ്യവില ഉയർത്തിയിരുന്നു. ഇനി ബജറ്റിൽ ഉയർത്താൻ സാധ്യത കുറവാണ്. പ്രളയം, കിഫ്ബി മുതൽ റോഡ് സുരക്ഷ വരെ 6 സെസ്സുകൾ ഇപ്പോൾ പിരിക്കുന്നുണ്ട്. ഇതിനു പുറമെ സെസ് വരുമോ എന്നതും പ്രധാനമാണ്. കഴിഞ്ഞ ബജറ്റിൽ വിപണി ഇടപെടലിന് തുക വകയിരുത്താത്തത് CPI-CPIM മുന്നണി തർക്കത്തിലേക്ക് വരെ എത്തിച്ചിരുന്നു. ഇത് ഈ ബജറ്റിലും ആവർത്തിക്കുമോ? വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ സാഹചര്യത്തിൽ എന്താകും ധനമന്ത്രി ബജറ്റിൽ കരുതിയിരിക്കുക? ഇത്തവണയും പ്ലാൻ B ഉണ്ടാകുമോ? എന്തായാലും ഒരു ദിവസം കൂടി കാത്തിരിക്കണം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. വാർത്താ സന്ധ്യ തുടരുന്നു. അല്പസമയം മുമ്പ് വന്നൊരു അപകട വാർത്തയിലേക്കാണ് ഇനി കടക്കുന്നത്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ കടയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു.
4 പേർക്ക് പരിക്കേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി സുമിത്താണ് മരിച്ചത്. ബോംബ് പൊട്ടുന്ന ശബ്ദത്തോടെയാണ് സ്റ്റീമർ പൊട്ടിത്തെറിച്ചതെന്നും തൊഴിലാളികൾക്ക് ശരീരമാകെ പൊള്ളലേറ്റുവെന്നും ദൃക്സാക്ഷി 24-നോട് പറഞ്ഞു. പരിക്കേറ്റ 4 പേരുടെയും നില ഗുരുതരമാണ് എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തും. പൊട്ടിത്തെറിച്ച് അവിടുത്തെ ജീവനക്കാർക്ക് പരിക്കേറ്റതാണ്. അതിൽ 4 പേർക്ക് പരിക്കേണ്ട ഒരാൾ മരണപ്പെട്ടിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അയാൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്, സുമിത് എന്ന് പറഞ്ഞ ആളാണ്. ബാക്കി വിവരങ്ങൾ ലഭ്യമാവുന്നേ ഉള്ളൂ. 4 പേര് പരിക്കേറ്റ് ഇവിടുത്തെ വിവിധ ആശുപത്രി ചികിത്സയിൽ കഴിയുന്നുണ്ട്. നിലവിൽ ഇവിടുത്തെ 2 സ്വകാര്യ ആശുപത്രിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. മറ്റൊരു ആശുപത്രി ബേൺ യൂണിറ്റിൽ ഹോസ്പിറ്റലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികളായിട്ടുണ്ട്. ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ, സ്റ്റീമർ പൊട്ടിത്തെറിച്ചയ്ക്കുള്ള അപകടം അപൂർവമായി സംഭവിക്കാറുണ്ട്. എന്താണ് ഇവിടെ ഈ കല്ലൂരിൽ ഈ കടയിൽ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒപ്പം ഈ പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ നില എന്താണ്? കലൂർ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഐഡലി കഫേയിലാണ് വൈകുന്നേരം 4:00 ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഏത് വിധേനയാണ് പൊട്ടിത്തെറിയിലേക്ക് കടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഫോറൻസിക് സംഘം എത്തി നടത്തുന്ന വിശദമായ പരിശോധനയിൽ മാത്രമേ കാരണം കണ്ടെത്താനാവുകയുള്ളൂ. അതീവ ഗുരുതരമായ പരിക്കാണ് ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റിരുന്ന സുമിത്തിന് ഉണ്ടായിരുന്നത്. ശരീരമാസകലം ഈ പൊട്ടിത്തെറിയിൽ പരിക്കേറ്റിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ അത്രത്തോളം ഗുരുതരമായ അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തി നിമിഷങ്ങൾക്കകം മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. സുമിത്ത് ഇവിടുത്തെ ജീവനക്കാരനാണ്. സുമിത്തിന്റെ സഹപ്രവർത്തകരായ 4 പേർക്കാണ് പരിക്കേറ്റ മറ്റ് 4 പേർ. അവരിപ്പോഴും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഇതിന്റെ കിച്ചനുള്ളിലാണ് ഈ സ്റ്റീമറിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ഈ സമയം ഈ കടയ്ക്ക് പുറത്ത് ഏകദേശം 50-ലധികം ആളുകൾ ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ എത്തിയിരുന്നു. അങ്ങോട്ടേക്ക് ഈ അപകടത്തിന്റെ ബാക്കി ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് പരിക്കേറ്റവരുടെ എണ്ണം ഈ 4-ൽ ചുരുക്കാനായി എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഒരു ബോംബ് സ്ഫോടനത്തിന്റെ പ്രതീതിയിലാണ് ശബ്ദമുണ്ടായത്. അത്രത്തോളം തീവ്രമായ ശബ്ദമാണ് ഉണ്ടായതെന്ന് സമീപത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്. ഏകദേശം കലൂർ മെയിൻ റോഡിലേക്ക് വരെ ഇതിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. 4 പേരാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയിലുള്ളത്. എല്ലാവരും ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരാണ്. ഒഡീഷ സ്വദേശിയായ കിരൺ, ഒപ്പം ആസം സ്വദേശിയായ അലീം, നാഗാലാൻഡിൽ നിന്നുള്ള ലുലു നബി എന്നിവരാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നത്. ഇവരുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് രാത്രിയോടുകൂടി ഒരു അപ്ഡേഷൻ ഉണ്ടാകും. എന്തായാലും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ നടത്തും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഒരാളുടെ പ്രതികരണം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിലേക്ക് സൗണ്ട് കേട്ടപ്പോൾ വന്നപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചെന്നുള്ളതാണ്. മറ്റേ ഹോട്ടലല്ലേ, ഗ്യാസ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ കുക്കിംഗ് കാര്യങ്ങൾ നടക്കണേയുള്ളൂ. ഇവിടെ അപ്പോൾ തീ വരാത്തതുകൊണ്ടാണ് നോക്കിയത്. അപ്പോൾ അപ്പോഴേക്കും നോക്കിയപ്പോൾ തീയില്ല അത് സംവിധാനമാണ്. പക്ഷെ 4 പേരെയാണ് ഇത് ഇങ്ങനെ ഒരാളെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ അപ്പോഴേക്കും വന്നത്. ഒരാളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ഈ പൊള്ളലേറ്റ അമിതമായി ഏതാണ്ട് നമ്മൾ മണ്ണെണ്ണയോ പെട്രോളോ ഒഴിച്ച് കത്തിച്ച് നിൽക്കുന്ന അവസ്ഥയിലുള്ള ആളുടെ സ്കിന്നൊക്കെ വളരെ ദയനീയമായിട്ടിതായി. എറണാകുളം അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ യുവാക്കളെ പോലീസ് മർദ്ദിച്ചു. മോഷണത്തിന്റെ പേരിൽ പുലർച്ചെ കസ്റ്റഡിയിലെടുത്തവരെയാണ് കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ചത്. ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി മദ്യപിക്കാൻ പോയി. എന്റെ പിറന്നാളായിരുന്നു ഇന്നലെ. മദ്യപിച്ച് ഞങ്ങള് ആ സൈഡിൽ നിന്ന് ഞങ്ങൾ കട്ടായി അവിടെ കിടന്നുറങ്ങണം. ഞങ്ങൾ വന്നിട്ട് ഇവര് വിളിച്ചെണീപ്പിച്ചിട്ട് പറഞ്ഞ് എടാ നിനക്ക് ഇവിടെ വരാൻ പാടില്ല എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നു. എനിക്ക് ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് കേസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 2 വർഷമായിട്ട് ഞാൻ കൊച്ചിൻ കോർപ്പറേഷനിൽ വേസ്റ്റ് വാരി ജീവിക്കണേ. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇന്നലെ എന്റെ പിറന്നാൾ ആവശ്യം വന്നാ ഇവിടെ വന്നതിന്റെ പേരിൽ അവളിനെ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ കാണിച്ചതാട്ടാ. ഇവരെന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. ഇവര് തെളിവെടുത്തത് ഇന്നലെ രാത്രി വന്ന് വിളിച്ചിട്ട് പോയത് നമ്മളിവര് ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ ഒരു റിപ്പോർട്ട് നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. 8-12 വരെ രാവിലെ വരെ ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വിളിക്കണതാ. എന്നാൽ ഇവർ ഇന്ന രീതിയിൽ കസ്റ്റഡി പിടിച്ചിട്ടെന്നുള്ള വിവരം പോലും പോലീസുകാർ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇവരെ കാണാതിരുന്ന സാപ്പിൽ ഞങ്ങൾ ഈ കൂട്ടുകാരന്മാരെ വീട് മൊത്തം അന്വേഷിച്ച് അവസാനമാണ് സ്റ്റേഷനിൽ വന്ന് കയറുന്നത്. ഇവിടെ വന്നിരുന്നിട്ടും ഈ ഗ്യാപ്പിൽ വെച്ച് ആ സാറ് എന്നെ പിടിച്ചിടിച്ച്. ഒരു സാറ് ചെവിട്ടിൽ വന്ന് അനാവശ്യ തെറി പറഞ്ഞിട്ട് പറഞ്ഞു ഇന്ന് വൈകിട്ട് നിന്നെ കള്ളക്കേസിൽ പിടിച്ച് നിന്നെ അകത്തിട്ടിടിക്കൂടാന്ന് പറഞ്ഞു. യുവാക്കൾ പോലീസ് സ്റ്റേഷനകത്ത് നാശനഷ്ടമുണ്ടാക്കിയെന്നും ലാപ്ടോപ്പ് ഉൾപ്പെടെ തകർത്തെന്നും പോലീസ് പറയുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്തവരിൽ അഖിൽ ഗണേഷ് കാപ്പ കേസ് പ്രതിയാണ്. നാട്ടുകാർക്ക് നിരന്തരം ശല്യമുണ്ടാക്കുന്ന ആളുകളാണ് ഇവരെന്നും പോലീസ് പറയുന്നു. ഫ്ളാറ്റിൽ 2-3 പേര് കയറി മോഷണം നടക്കുന്നു എന്നറിഞ്ഞ് നാട്ടുകാരുടെ സഹായത്തോടെ മോഷണം മുതലും 3 പേരെയും പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുന്നു. അതിന് നമ്മളൊരു മോഷണ കേസ് എടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് അവർ സ്റ്റേഷനിൽ ലോക്കപ്പിൽ കടന്ന് ലോക്കപ്പിലെ പ്രോപ്പർട്ടികളും സ്റ്റേഷനിലെ പ്രോപ്പർട്ടികളും എല്ലാം അടിച്ച് പൊളിച്ച് തകർക്കുകയും വളരെ
ക്രമരഹിതമായി പെരുമാറുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോലീസ് സ്റ്റേഷനിലെ പ്രോപ്പർട്ടികൾ നശിപ്പിച്ച ഒരു കാര്യത്തിന് PDPPയുടെ ഒരു കേസും പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചതിനൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അവരെ കൊണ്ടുപോകാനായിട്ട് എസ്കോർട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും അവർ ആക്രമിക്കുകയും അവരുടെ ബന്ധുക്കളും ഒക്കെ കൂടി ഇവിടെ അവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട 2 പ്രതികളാണ് അഖിൽ ഗണേഷ് ആൻഡ് അജിത് ഗണേഷ്. അവർ സഹോദരന്മാരാണ്. അവർക്കെതിരെ ഒരാൾക്കെതിരെ ഏതാണ്ട് ഇന്നത്തെ കേസ് ഉൾപ്പെടെ 17ഓളം കേസുകളും മറ്റൊരാൾക്ക് 14 കേസുകളുള്ള ഇതിലെല്ലാത്തരം കേസുകളുണ്ട്. പിടിച്ചപറി കേസുകളുണ്ട്, നാർക്കോട്ടിക് കേസുകളുണ്ട്, JJ ആക്ട് കേസുകളുണ്ട്. എല്ലാത്തരം ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും നാട്ടുകാർക്കും ഒരു ശല്യമായി തീർന്നിട്ടുണ്ട്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. മലപ്പുറം മുന്നൂർ UH നഗർ സ്വദേശി അബ്ദുൾ റഷീദ് ചെമ്പനെ തിരുരങ്ങാടി പോലീസാണ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെ മലപ്പുറം മൂന്നിയൂരിൽ നിന്നാണ് UH നഗർ സ്വദേശി അബ്ദുൾ റഷീദ് ചമ്പനെ തിരുരങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം ഉച്ചയ്ക്ക് 1:30 പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സോഷ്യൽ മീഡിയ ദുരുപയോഗം, 24 ഗ്രാഫിക്സ് അനുകരിച്ച് വ്യാജരേഖ നിർമ്മിക്കൽ തുടങ്ങിയ 7 വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത്. പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളും മൊബൈൽ ഫോണും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. 24 ന്യൂസ് ചാനലിന്റെ ലോഗോയും ഫോണ്ടും ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള പരാതി പ്രകാരം തിരുവരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയായ അബ്ദുൾ റഷീദ് കളിയാട്ടമുക്ക് മൂന്നിയൂർ സ്വദേശിയായ ആളെ ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആളുടെ കയ്യിൽ നിന്നുള്ള ഫോണിൽ നിന്നും ഈ തരത്തിലുള്ള ഫേസ്ബുക്ക് ഉപയോഗിച്ച് റീൽ ഉണ്ടാക്കിയതായിട്ടും അതുകൂടാതെ അത് പ്രചരിപ്പിച്ചതായിട്ടും രേഖകൾ നമുക്ക് സീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കേസിലാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണവും അധിക്ഷേപവും നടത്തിയവർക്കുള്ള മുന്നറിയിപ്പാണ് പോലീസ് നടപടി. സമാന കുറ്റകൃത്യങ്ങൾ നടത്തിയവർക്കെതിരെ നിയമ നടപടി തുടരുമെന്ന് 24 ലീഗൽ വിഭാഗം അറിയിച്ചു. 24 തിരൂർ. ഇതോടെ വാർത്താ സന്ധ്യ പൂർത്തിയാവുകയാണ്.